Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസിക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. ഹോസ്പിറ്റൽസിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇൻഫർമേഷൻസിന്റെ ഒരു എന്താ പറയുക, ഒരു കളക്ഷൻ, ഒരു സോഴ്സ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഈ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് പേഷ്യന്റ് ഹിസ്റ്ററി ആവട്ടെ, ഡോക്ടേഴ്സിന്റെ ഷെഡ്യൂളിംഗ് ടൈം ആവട്ടെ, ഒരുപാട് ഡീറ്റെയിൽസ് അവർ മാനേജ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റം കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ആയിരിക്കും, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ആയിരിക്കും. പല മേഖലയിലും പല ഡിപ്പാർട്ട്മെന്റ്സിലെ ഇൻഫർമേഷൻസ് ഒരുമിച്ച് എന്ത് ചെയ്യാണ്, അവിടെ മാനേജ് ചെയ്യാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്നും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്നും പറയുന്നത്. സോ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് നമ്മൾ പറഞ്ഞ് ഇവിടെയാണ് നിർത്തിയത്. ഒരു ഐ ഹോസ്പിറ്റൽ എൻവയോൺമെന്റ് ആണ് നമുക്ക് ഈ തന്നിരിക്കുന്നത്. ഒരു എന്താ പറയാ, ഒരു എന്താ പറയാ, ഐ ഹോസ്പിറ്റലിന്റെ ഒരു എൻവയോൺമെന്റ് പറയുന്നത്. ഫസ്റ്റ് ആ ഒരു പേഷ്യന്റ്, ഈ മൗസ് നിൽക്കുന്ന പോയിന്റ് കാണാൻ പറ്റുന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ ആ പോയിന്റ് കൊണ്ടുവരുമ്പോൾ കാണാൻ പറ്റണ്ടെന്ന് പറയണം. ഈ ഒരു പോയിന്റിലെ എൻക്വയറി ആൻഡ് റിസപ്ഷൻ ഫസ്റ്റ് ഇവിടെയാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ ഈ ഒരു പോയിന്റിലാണ് നമ്മള് എന്ത് ചെയ്യുന്നത്, പേഷ്യന്റ് എൻക്വയറി ആൻഡ് റിസപ്ഷൻ എന്ന് പറഞ്ഞ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്, ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻക്വയറി ആൻഡ് റിസപ്ഷനിൽ ചെന്നിട്ട് നമുക്ക് ഇന്നതാണ് പ്രശ്നം, ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി ഒക്കെ നമ്മൾ എന്ത് പറയും, റിസപ്ഷനിസ്റ്റോട് ചോദിക്കും. അപ്പൊ റിസപ്ഷനിസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇന്ന ടൈമിലാണ് ഉള്ള ഷെഡ്യൂൾ, ഇത്രയാണ് നമ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളോട് പറയും. ഇങ്ങനെ രജിസ്ട്രേഷൻ ആണ് നമ്മൾ ആ ഹോസ്പിറ്റലില് ഫസ്റ്റ്, ഏറ്റവും ഫസ്റ്റ് ആണ് ആ ഹോസ്പിറ്റലിൽ പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഈ റിസപ്ഷൻ എന്ന് പറയുന്ന സ്റ്റേജ്, സോറി രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വെച്ച് നമ്മുടെ ഫുൾ ഡാറ്റാസ് ഹിസ്റ്ററി, അതേപോലെ മെഡിക്കൽ ഹിസ്റ്ററി, നമ്മുടെ ഡീറ്റെയിൽസ്, നെയിം, അഡ്രസ്സ്, അതേപോലെ നമുക്ക് പാസ്റ്റ് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇത് രജിസ്ട്രേഷൻ ടൈമിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ രജിസ്ട്രേഷൻ ടൈമിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസ് നേരെ പോകുന്ന എവിടേക്കാണ് നോക്കി, നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സിലേക്കാണ്. നേരെ പോവുകയാണ് മെഡിക്കൽ റെക്കോർഡ്സ്. നമ്മള് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഭാഗമാകാണ് സോഷ്യൽ ഡാറ്റാസ്. ഓക്കെ, മെഡിക്കൽ റെക്കോർഡ്സിന്റെ ഭാഗമാണ് ഇവിടെ പേഷ്യന്റ് ഐ ഡി, ഡേറ്റ്, ടൈം, റിന്യൂ ചെയ്ത ഏജ്, ജെൻഡർ, രജിസ്ട്രേഷൻ ഐ ഡി, അതേപോലെ തന്നെ മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ആ പേഷ്യന്റിന് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വിടുന്നത് ക്ലിനിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഐ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ ഡോക്ടറിനെ കാണുന്നേക്കാളും മുമ്പായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലിനിക്കൽ എക്സാമിനേഷൻ എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയ്ക്ക് തിമിരത്തിന്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ സ്ട്രാറ്റജി സാധാരണ നോർമൽ ഹോസ്പിറ്റൽ പോലെയല്ല. അപ്പൊ എനിക്കത് കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നി. കാരണം സാധാരണ നമ്മൾ ഡോക്ടറെ കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്തെങ്കിലും ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഐ ഹോസ്പിറ്റലിന്റെ ഒരു പ്രത്യേകതയാണ്, നമ്മള് രജിസ്റ്റർ ഓൾറെഡി അമ്മ അവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് കൊണ്ട് പിന്നെ റിസപ്ഷനിൽ ചെന്ന് ഞങ്ങൾ നമ്പർ പറഞ്ഞു, ഞാൻ അവർ ചീട്ട് തന്നു. നേരെ നമ്മൾ പോയത് ഈ എക്സാമിനേഷന് വേണ്ടിയിട്ട്, ഐ എക്സാമിനേഷന് വേണ്ടിയിട്ടാണ് പോയത്. അവിടെ നമ്മൾ പരിശോധിക്കും, നമ്മളുടെ കണ്ണിന്റെ പവറൊക്കെ നോക്കും. കുറച്ച് ടെസ്റ്റുകളിലൂടെയാണ് നമ്മളുടെ പ്രശ്നം എന്താണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ ക്ലിനിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ എവിടേക്ക് പോകുന്നത്, ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ഡോക്ടറിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ ഫുൾ ഡാറ്റാസ് ഉണ്ടാവും. നമ്മൾ ട്രീറ്റ്മെന്റ് അല്ല, നമ്മുടെ കണ്ണിന് പരിശോധിച്ചതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കൊണ്ടാണ് നമ്മൾ ഡോക്ടറിന്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പൊ ഡോക്ടറിന്റെ അടുത്തും അതേപോലത്തെ മെഷീൻസ് ഉണ്ടാവും. നമ്മൾ വീണ്ടും അവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, പരിശോധിക്കും, എന്നിട്ട് പ്രിസ്ക്രിപ്ഷൻ ഒക്കെ ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഡോക്ടറാണ് നമ്മൾ ക്യാഷ് കൗണ്ടറിലേക്ക്, പേഷ്യന്റിനെ നമ്മൾ ക്യാഷ് കൗണ്ടറിലേക്ക് വിടുന്നത്. അപ്പൊ ക്യാഷ് കൗണ്ടറിൽ എത്തുമ്പോൾ നമ്മുടെ പേഷ്യന്റ് ഐ ഡിയും പ്രൊസീജിയറും റെസിപ്റ്റ് നമ്പറും എമൗണ്ട് ഒക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യും, ക്യാഷ് കൗണ്ടറിൽ നിന്ന് നമുക്ക് പൈസ നമ്മള് എന്ത് ചെയ്യാറുണ്ട്, ഇതാക്കാറുണ്ട്. നമുക്ക് ക്യാഷ് കൗണ്ടറിൽ നിന്ന് ഒന്നില്ലെങ്കിൽ അഡ്മിഷൻ അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്നുള്ള രീതിയിൽ സാധാരണയായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഡിസ്ചാർജ് ആകാറുണ്ട്.
അല്ലെങ്കിൽ ഇവിടെ ക്ലിനിക്കൽ എക്സാമിനേഷന്റെ സമയം കണ്ടു. ക്ലിനിക്കൽ എക്സാമിനേഷന് നേരിട്ട് പേഷ്യന്റ് കൗൺസിലിംഗിലേക്ക് പോകാറുണ്ട്. ഈ പേഷ്യന്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞല്ലോ അമ്മയ്ക്ക് കണ്ണിന്റെ പ്രശ്നമായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്നെയും അമ്മനെയും കൂടി കൗൺസിലിംഗിലേക്കാണ് വിട്ടത്. ഫസ്റ്റ് തന്നെ ഡോക്ടറെ കണ്ടതിന് ശേഷം കൗൺസിലിംഗിന് വിട്ടത്. കാരണം ഇത്രയും രൂപയാകും, ഇന്നൊരു ഓപ്പറേഷൻ ചെയ്യണം, അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് അവൈലബിൾ ആണോ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു. അപ്പോ എന്റെ അമ്മയ്ക്ക് RSBYയുടെ കാർഡ് ഉണ്ടായിരുന്നു കേട്ടോ. RSBY എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചൊരു സ്കീമാണ് RSBY. സോ RSBYയുടെ കാർഡ് ഉണ്ടായതുകൊണ്ട് BPL ആണതുകൊണ്ട് സോ RSBYയുടെ കാർഡ് ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് ട്രീറ്റ്മെന്റ് ഈ സർജറിയുടെ ഭാഗമായിട്ട് ഒരു എക്സ്പെൻസ് നമുക്ക് അവിടെ വന്നില്ല. പക്ഷെ നമ്മൾ ബാക്കിയുള്ള ചെലവുകളൊക്കെ നമുക്ക് വേണ്ട വന്നു. കാരണം ഫസ്റ്റ് കണ്ടപ്പോഴത്തും അതേപോലെ ചെക്കപ്പ് ഒക്കെ ചെയ്തതിന്റെ പൈസയൊക്കെ അടയ്ക്കേണ്ടി വന്നു. അതേപോലെ സ്പെക്സിന്റെ പൈസ നമ്മൾ അടയ്ക്കേണ്ടി വന്നു. പക്ഷെ സർജറി റിലേറ്റഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും ചെലവായില്ല. ഓക്കെ, അപ്പൊ പേഷ്യന്റ് കൗൺസിലിംഗ് ചെയ്യും. കാരണം പേഷ്യന്റിനോട് അവരുടെ അവസ്ഥ പറഞ്ഞു കൊടുക്കും, അവരോട് ഇങ്ങനെ പോലെയാണ് എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യും, ചിലപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പേഷ്യന്റ് ഡിസ്ചാർജ് ചെയ്യും. പിന്നെ ഒരു ദിവസത്തേക്ക് അത് വീണ്ടും അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യും. ഓർ ക്ലിനിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് ഡോക്ടർ ക്ലിനിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് മെഡിസിൻസും അതേപോലെ ഗ്ലാസോ മറ്റു പ്രിസ്ക്രിപ്ഷനും തരും, നമ്മൾ എക്സിറ്റ് ആവും. ഓർ പിന്നെ വരുന്നത് നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പേഷ്യന്റ് കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ എക്സിറ്റ് ആവും, അല്ലെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ആകുക, അല്ലെങ്കിൽ അഡ്മിറ്റ് ആക്കാറാണ് പതിവ്. അപ്പൊ അഡ്മിറ്റ് ആകുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു സർജറിയുടെ ഭാഗമായിട്ട് അഡ്മിറ്റ് ആക്കി നമ്മൾ ആ സർജറി കഴിഞ്ഞ് അഡ്മിഷൻ ഫോം ഒക്കെ ഫിൽ ചെയ്ത് കൊടുക്കും. അഡ്മിഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്യും, പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് കൺസെന്റ് വാങ്ങിക്കും. ദെൻ നമ്മൾ നേരെ ഷിഫ്റ്റ് ചെയ്യുന്നത് പേഷ്യന്റിനെ വാർഡിലേക്കായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. വാർഡിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. സർജറിയുടെ ഭാഗമായിട്ട് നമ്മൾ ആ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് നേരെ നമ്മൾ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും, വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. വാർഡിലേക്ക് തോന്നുന്നു 1 day 2 ഡേയ്ക്കുള്ളിൽ നമുക്ക് ഡിസ്ചാർജ് ആവാം. ഡിസ്ചാർജ് പ്രോസസ് കംപ്ലീറ്റ് ചെയ്യും. ദെൻ നമ്മൾ ക്യാഷ് കൗണ്ടറിൽ പോയി ബില്ല് അടയ്ക്കണം. ക്യാഷ് കൗണ്ടറിൽ നിന്ന് തിരിച്ച് നമ്മൾക്ക് ഈ മെഡിസിൻസും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സിറ്റ് ആവാനായിട്ട് പറ്റും. ജസ്റ്റ് അവിടെ നടക്കുന്ന ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് പേപ്പർ വർക്ക്സ് ഇൻഫർമേഷൻസ് ഇവിടെ ഗ്യാദർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളിവിടെ റിസപ്ഷനിൽ എൻക്വയറി ചെയ്ത സമയത്ത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ക്ലിനിക്കൽ ഡാറ്റാസ്, നമുക്ക് എന്ത് മെഡിസിൻ ആണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തത്, എന്താണ് അവരുടെ ഒബ്സർവേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫയലിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കും ഡോക്ടർക്കും പരിശോധിക്കാനായിട്ട് പറ്റും. സോ ഇത്രയും ഒരു പ്രോസസ്സാണ് ഇവിടെ ഒരു നടക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ രീതിയിൽ അവർ പറഞ്ഞു തന്നിരിക്കുന്നു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ, ഒരു ഇലസ്ട്രേഷൻ തന്നിരിക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. ഇനി കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം, നമ്മൾ വിചാരിക്കും ഒരൊറ്റ കമ്പോണന്റ് മുഖേന മാത്രമാണോ ഹോസ്പിറ്റൽ ഇത്ര നന്നായിട്ട് മാനേജ് ചെയ്യുന്നത്? അല്ല, ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. ഇതെല്ലാത്തിനെയും പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് പേഷ്യന്റ് നമ്മൾ അപ്പോയിന്റ് ചെയ്യില്ലേ, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂലേ, എനിക്ക് ഇന്ന ഡോക്ടറെ കാണണം അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു പ്രശ്നത്തിനാണ് അപ്പൊ ആരെയാണ് കാണേണ്ടത് അപ്പോയിന്റ്മെന്റ് എടുക്കുകയെ, അപ്പം മുതൽ തുടങ്ങും പേഷ്യന്റ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ്. പിന്നെ അപ്പോയിന്റ്മെന്റ്സ്, പിന്നെ പേഷ്യന്റ് മാനേജ്മെന്റ്, നമ്മൾ ഇൻ പേഷ്യന്റ് ആണ് ഔട്ട് പേഷ്യന്റ് ആണ്, നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. പിന്നെ ഫെസിലിറ്റീസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുത്ത് തിരിച്ചു പോകുന്ന വരെയും നമുക്ക് അവിടെ തരുന്ന സർവീസുകൾ സുഗമമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആണ് ഫെസിലിറ്റി മാനേജ്മെന്റ്. അത് കഴിഞ്ഞ് സ്റ്റാഫ് മാനേജ്മെന്റ്, നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ നമുക്ക് വേണ്ട കാര്യങ്ങൾ മീറ്റ് ചെയ്യാനും അവിടെ സ്റ്റാഫ് അവൈലബിലിറ്റി ഉണ്ടോ. സപ്ലൈ മാനേജ്മെന്റ്, നമുക്ക് വേണ്ട എന്താ പറയാ മെഡിക്കൽ മെഡിസിൻസും അതേപോലെ അവിടുത്തെ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒക്കെ അവിടെ അവൈലബിൾ ആണോ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫണ്ട് റിലേറ്റഡ് ആയിട്ട് മണി റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് മാനേജ് ചെയ്യാൻ ഒരു സെഷൻ. ഇൻഷുറൻസ് മാനേജ്മെന്റ്, ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് RSBYയുടെ കാർഡ് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് സർജറി കുറച്ചുകൂടി
കോസ്റ്റ് ഫ്രീ ആയിരുന്നു, ക്യാഷ്ലെസ് ആയിരുന്നു. അപ്പൊ ഞങ്ങളോട് നേരെ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു സിസ്റ്ററിനെ കാണാനാണ് പറഞ്ഞത്. ആ സിസ്റ്ററാണ് ഞങ്ങളോട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യം പറഞ്ഞു തന്നത്. ഇന്ന കോസ്റ്റ് മാത്രമാണ് നമുക്ക് ലെങ്സിന്റെയും അതേപോലെ തന്നെ ഈ തോന്നുന്നു സർജറിയുടെയും കോസ്റ്റ് നമുക്ക് വഹിക്കില്ല, ബാക്കി എല്ലാ ചെലവും നമ്മൾ തന്നെ വഹിക്കണം എന്നൊക്കെ അവർ നമ്മൾ കൗൺസിലിംഗ് ചെയ്തു തന്നു. LF-ലായിരുന്നു കേട്ടോ, LF-ലാണ് കാണിച്ചത്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളോട് വ്യക്തമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ലബോറട്ടറി മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ലാബ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ, ആ ടെസ്റ്റ് ചെയ്തേക്കുന്ന റിപ്പോർട്ടുകളൊക്കെ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് റിപ്പോർട്ട്സുകൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റെക്കോർഡിന്റെയും അതേപോലെ തന്നെ ഈ റിപ്പോർട്ട്സിന്റെയും പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് അക്യുറേറ്റ് ആക്കണം, കറക്റ്റ് ആയിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ വാക്സിനേഷൻ മാനേജ്മെന്റ് എന്ന് വെച്ചാൽ പേഷ്യന്റിന് എന്തെങ്കിലും വാക്സിൻസ് എടുക്കേണ്ടതുണ്ടോ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് വാക്സിനേഷൻ പറയുന്നത്. പിന്നെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സപ്പോർട്ടാണ്. പേഷ്യന്റിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ചാപ്റ്റർ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ 8 ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ ബേസിക് ആണ്, മൊഡ്യൂള് 4ലാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാക്കിയിരിക്കും? ഇല്ലല്ലോ. ഓക്കെ, അപ്പോ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഞാൻ ഒരു സെന്റൻസ് വായിച്ച് ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, കാരണം അത്യാവശ്യം പെട്ടെന്ന് എല്ലാവർക്കും ഗ്രാസ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് ആണ്. മാനേജിങ് അപ്പോയിന്റ്മെന്റ് മാനുവലി ഇസ് നോട്ട് ഓൺലി മോണിറ്റോറിയസ് ബട്ട് ഓൾസോ ഇൻക്രീസ് ദ ചാൻസ് ഓഫ് മേക്കിംഗ് എറേഴ്സ്. അപ്പോൾ നമ്മൾ എപ്പോഴും മാനുവലി ആണ് എന്ത് ചെയ്യുന്ന അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു മടുപ്പ് തോന്നാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ചിലപ്പോൾ അവിടെ എറേഴ്സ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ മാനുവലി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാഫിന് നമ്മൾ അവിടെ അപ്രോയിന്റ് ചെയ്യാണ് ഇതിനു വേണ്ടിയിട്ട്, ഇതിനുവേണ്ടി അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ വേണ്ടി. അപ്പൊ അദ്ദേഹം എഴുതി വെച്ച നമ്പേഴ്സ് മാറിപ്പോകാനോ അല്ലെങ്കിൽ പേര് മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. സോ മാനുവലി അപ്പോയിന്റ്മെന്റ്സ് എടുക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആണ്, കുറച്ച് എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇപ്പൊ കണ്ടുവരുന്ന ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ടൈം നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് നമുക്ക് ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോ ഒരു ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ആ ഡോക്ടറിന്റെ ഷെഡ്യൂളിംഗ് ടൈം നോക്കിയിട്ട് നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൺലൈൻ ആയിട്ട് അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യുമ്പോൾ 2 ബെനിഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ആ സമയത്തിന് അവിടെ എത്താൻ പറ്റൂല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്യാൻസൽ ചെയ്യാനും റീഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉണ്ട്. നോക്കാം. മാനേജിങ് അപ്പോയിന്റ്മെന്റ്സ് മാനുവലി ഈസ് നോട്ട് ഓൺലി മോട്ടോറിയസ് ബട്ട് ഓൾസോ ഇൻക്രീസ് ദ ചാൻസ് ഓഫ് മേക്കിംഗ് എറേഴ്സ്. നമ്മൾ നിർബന്ധം ഒരു മടുപ്പുണ്ടാകും, അതേപോലെ എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ ഇൻ റീസെന്റ് സ്റ്റഡീസ്, ഇപ്പൊ നടന്നു വരുന്ന പഠനങ്ങൾ പറയുന്നത് 68% of patients said that they were more inclined to choose hospital where they could schedule, alter or cancel the appointment online. അപ്പോൾ അവർക്കൊരു ടെൻഡൻസി ആണ് എന്താണ്, പേഷ്യൻസിന് കൂടുതലായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അവർക്ക് തന്നെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്ന, ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന, അപ്പോയിന്റ്മെന്റ്സ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന രീതിയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. കാരണം ഞാൻ അപ്പോയിന്റ് ചെയ്തു, ഇന്ന് എനിക്ക് എത്താൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി, വർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയി, സോ എനിക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് അപ്പോയിന്റ്മെന്റ് റീഷെഡ്യൂൾ ചെയ്യാനായിട്ട് എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പറ്റും. ഓക്കെ, ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈൻ ആയിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് കുറച്ച് കംഫർട്ടബിൾ ആണ്. അല്ലെങ്കിൽ പഴയ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു 8 to 9 വിളിച്ച് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ കമ്പൽസറി ആയിട്ട് ആ സമയത്ത് പോകേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ അത്രയും നമുക്ക് ടൈം ലാഗോ നമ്മുടെ എഫേർട്ടോ കളയേണ്ടതായിട്ടില്ല. ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാം. അത് എനി ടൈം നമുക്ക് വേണമെങ്കിലും ബുക്ക് ചെയ്യാം. A hospital management system enables us to add scheduling option to hospital website so that the patient can easily schedule an appointment. അവരുടെ ഷെഡ്യൂളിംഗ് ഓപ്ഷൻസ് നമുക്ക് വെബ്സൈറ്റ്, ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർ എപ്പോഴൊക്കെയാണ് അവൈലബിൾ എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ നമ്മൾ ഈ ഷെഡ്യൂളിംഗ് ഓപ്ഷൻസ് നോക്കി വെബ്സൈറ്റ് വഴി നമുക്ക് നമ്മുടെ അപ്പോയിന്റ്മെന്റ്സ് കൺഫേം ചെയ്യാൻ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനായിട്ട് പറ്റും.
Once the patient has reserved an appointment, നമ്മൾ ഒരു appointment എടുത്തു കഴിഞ്ഞാൽ the hospital management system will match the patient illness to the doctor area of expertise. അപ്പൊ നമുക്ക് ആ ഡോക്ടർ നമുക്കിപ്പം എന്താ പറയാ ഫിസിഷ്യനെ കാണണമെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്യുന്ന ഫിസിഷ്യൻ. അപ്പൊ അവിടെ ഏത് ഫിസിഷ്യൻ ആണോ നമ്മൾ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ടൈമിലുള്ളത് ആ ഫിസിഷ്യന്റെ അടുത്തേക്ക് നമ്മൾക്ക് അലോക്കേറ്റ് ചെയ്യും, ഷെഡ്യൂൾ ചെയ്യും. നമ്മളുടെ ആ ഒരു കൺസൾട്ടേഷൻ ആ ഒരു ടൈമിലേക്ക് അവർ എന്ത് ചെയ്യും, ഷെഡ്യൂൾ ചെയ്ത് തരും. It will then allocate them to next available specialist or one they prefer. ഒന്നില്ലെങ്കിൽ നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റിന് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരും. ഓർ നമ്മൾ ആരെങ്കിലും പ്രിഫർ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ഡോക്ടറിന്റെ നെയിം അറിയുമെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ആ എൻ്റർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. If also update the available slot in real time to any flexibly at the hospital. ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിയൽ ടൈം ആയിട്ട് സ്ലോട്ടുകൾ കറക്റ്റ് ആയിട്ട് ഇന്ന ടൈം മുതൽ ഇന്ന ടൈം വരെയും അപ്പോയിന്റ്മെന്റ് ആണ്. ഇപ്പൊ 5 PM കൊടുക്കുകയാണെങ്കിൽ ആ 5 PM നമ്മളെ മാത്രമേ ആ ഡോക്ടർ കാണുള്ളൂ. സ്ലോട്ട് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ നമുക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്ത ടൈം ആയിരിക്കും. ആ ടൈമിൽ വേറെ പേഷ്യൻസിനൊന്നും എടുക്കില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് റിയൽ ടൈം ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. എന്റെ നമ്പർ വിളിച്ചോ അല്ലെങ്കിൽ ടോക്കൺ കഴിഞ്ഞോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടാവും. ചിലപ്പോ നമ്മൾ ഇത് മാനുവലി ആണ് ബുക്ക് ചെയ്യുന്നത്, ഇതിനെ ഫോൺ ചെയ്ത അല്ലെങ്കിൽ ചെന്ന് ടോക്കൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്പർ കഴിഞ്ഞോ അയ്യോ അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് ഓൺലൈൻ ബുക്കിംഗിൽ പറ്റും. എത്ര നമ്പർ ആയതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് വെബ്സൈറ്റ് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. The next steps in appointment booking is to gather medical documents. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ ഡോക്യുമെന്റ്സ് ഗ്യാദർ ചെയ്യുക എന്നാണ്. And hospital management system with a patient protocol is used to collect the documents and share the patient history with the doctors well in advance. നമ്മൾ ആ ഡോക്ടറെ കാണുന്നേക്കാളും മുമ്പ് ഓൾറെഡി നമ്മൾ അവിടെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുള്ളതാണെങ്കിൽ നമ്മുടെ മെഡിക്കൽ ഹിസ്റ്ററി ഡോക്ടറിന്റെ അടുത്തേക്ക് ആര് പാസ് ചെയ്തിട്ടുണ്ടാവും, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നിന്ന് പാസ് ചെയ്തിട്ടുണ്ടാവും. സോ ഡോക്ടറിന്റെ അടുത്തേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ പേരും ഡീറ്റെയിൽസും അതേപോലെ നമുക്ക് എന്തൊക്കെ അസുഖം ഉണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. കാരണം നമുക്ക് നേരെ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട് പറ്റും. നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. ഡോക്ടറിന് നമ്മളെ കുറിച്ച് വെൽ അഡ്വാൻസ്ഡ് ആയിട്ട് നോളജ് ഉണ്ടാവും. നമ്മളുടെ ഹിസ്റ്ററി, പേഷ്യൻസിന് എന്തൊക്കെ അസുഖം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. If the patient require help at his or her house, the system will verify the doctor's availability for remote visit and assign accordingly. അപ്പോൾ നമുക്കിപ്പോ പേഷ്യന്റ് വീട്ടിലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് ഡോക്ടറെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് റിമോട്ട് വിസിറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. നമുക്ക് ഓൺലൈനായിട്ട് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് വരും. അല്ലെങ്കിൽ റിമോട്ട് വിസിറ്റ്, നമ്മൾ പേഷ്യന്റിന്റെ അടുത്തേക്ക് പോയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അതൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. In this way, the patient can create easy and error-free process by digitalizing the appointment reserving process. നമുക്കപ്പോ ഈ ഒരു പ്രോസസ്സ് വഴി നമുക്ക് അധികം തെറ്റില്ലാത്ത തടസ്സമില്ലാത്ത ആ ഒരു അപ്പോയിന്റ്മെന്റ് പ്രോസസ്സ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്ഫുൾ ആണ്. നോക്കി ഈ ഒരു ഇമേജിൽ അവരെ കാര്യം പറയുന്നുണ്ട്, നോക്കിക്കോട്ടെ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാണ്. ഓൺലൈനായിട്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാണ്. അപ്പൊ തന്നെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ടൈംലി എൻഗേജ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഒരാള് നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരാള് നമ്മുടെ അപ്പോയിന്റ്മെന്റ് എന്ത് ചെയ്തു അപ്പോയിന്റ്മെന്റ് കൺഫേം ചെയ്തു. ദെൻ അപ്പൊ തന്നെ നമ്മുടെ മെസ്സേജ് വരാണ്, നമ്മുടെ ഫോണിലേക്ക് മെസ്സേജോ അല്ലെങ്കിൽ മെയിൽ രൂപത്തിലോ എന്താ വരാണ്, കൺഫർമേഷൻ വരാണ്. ഇന്ന പേഷ്യന്റ് ഇന്ന ആള്, ഇപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജോൺ ആണ്. ജോൺ ഇന്ന ടൈമില് ഇന്നൊരു ഡോക്ടറിന്റെ അടുത്ത് ഇന്ന ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കൺഫർമേഷൻ വരാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. നമുക്ക് ആ ടൈം ആകുമ്പോഴേക്കും അവിടെ അവൈലബിൾ ആയാൽ മതി, അവിടേക്ക് എത്തിയാൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ടൈം ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഒരു 15 minutes കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഒരുപാട് ടൈം നമ്മൾ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പൊ നമുക്ക് അതൊക്കെ ഒരു പരിധി വരെയും അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സ് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓൺലൈനായിട്ട്
ഇവിടെ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഭൂരിഭാഗം ഹോസ്പിറ്റൽസും അവരുടെ വെബ്സൈറ്റിൽ നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം. വിത്ത് ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ് നമുക്ക് ഇന്റർനെറ്റിന്റെ ഹെൽപ്പോട് കൂടി സഹായത്തോടു കൂടി അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എല്ലാവരും ഇതൊന്ന് വായിച്ചേ. ഏതാണ് അപ്പോയിന്റ്മെന്റ് മാനേജ്മെന്റ് ഒന്ന് വായിച്ചേ. മോണ്ടേനിയസ് എന്ന് വെച്ചാല് ഏകാന്തമായ അല്ലെങ്കിൽ മടുപ്പ് ഇല്ലാത്ത, നമുക്ക് ഭയങ്കരമായിട്ട് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കുറച്ച്. ഇപ്പൊ നമ്മളൊരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ഫോൺ ചെയ്തിട്ട് അവരോട് പറയാണ് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്തു. അപ്പൊ അവിടെ നിന്നൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു മടുപ്പ് തോന്നും. ഡോക്ടർ ഇപ്പൊ ഞാൻ അപ്പോയിന്റ്മെന്റ് എടുക്കണം, ഫോൺ ചെയ്തിട്ടാണ് അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്. ജസ്റ്റ് ഫോൺ ചെയ്തിട്ട് എന്റെ പേര് ഇന്നതാണ്, എനിക്ക് ഇന്ന ഡോക്ടറെ കാണുന്ന പറയും, ആ ഡോക്ടർ നമ്പർ 7 ആണെന്ന് പറയും. ഞാൻ ചോദിക്കും എപ്പോഴത്തേക്കും ടോക്കൺ ആവും, അപ്പൊ എത്ര മണിയാവും ചോദിക്കുമ്പോൾ അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് രാവിലെ 9 മണിയാവുമ്പോൾ ഡോക്ടർ ഉണ്ടാവും, നിങ്ങൾ വരാണെങ്കിൽ അല്ലെങ്കിൽ ആ ടൈമിൽ ടോക്കൺ വിളിക്കുമ്പോൾ നിങ്ങളോട് അവൈലബിൾ ആവണം എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അല്ല, നമ്മൾ ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്റെ ടൈമിംഗ് കാണിക്കുന്നത് 10:30 to 11 o'clock, ബിറ്റ്വീൻ 10:30 to 11 എന്നാണ് എന്റെ ടൈം കാണിക്കുന്നത്. ഞാനപ്പോ ആ ഒരു 10:30 ആവുമ്പോഴേക്കും ഹോസ്പിറ്റലിൽ എത്തിയാൽ മതി. അതിന് മുമ്പ് വന്ന് വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ നമുക്ക് അവിടെ ഒരു മടുപ്പ് തോന്നില്ല, നമുക്ക് വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വരുന്ന കറക്റ്റ് ടൈമിലേക്ക് നമുക്ക് വന്നാൽ മതി. കാരണം ഒത്തിരി നേരത്തെ ഒന്നും വരണ്ട, നമുക്ക് വ്യക്തമായിട്ട് അവിടെ ഒരു ധാരണയുണ്ട്. ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും, ഒരു മടുപ്പ് തോന്നില്ല. രശ്മി മനസ്സിലായടാ? അത് മലയാളം മീനിങ് നിങ്ങൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാല് അങ്ങനെ വേറെ മീനിങ് വരുന്നത്. മടുപ്പ് എന്നുള്ള ഒരു മീനിങ് നമുക്ക് കൊടുത്താൽ മതി. കറക്റ്റ് ആ ഒരു സെന്റൻസിന് ആ ഒരു വേർഡാണ് ആപ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. മടുപ്പ് തോന്നില്ല. ഓക്കെ, വായിച്ചു നോക്കി എല്ലാവരും, ബാക്കിയുള്ളവരൊക്കെ വായിച്ചേ. വായിച്ചു കഴിഞ്ഞോ? ഇത് നമ്മൾ പറയുന്നത് പേഷ്യന്റ് മാനേജ്മെന്റ് ആണ്. സോ പേഷ്യന്റ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ പേഷ്യൻസ് മാനേജ്മെന്റ് ആണ് അടുത്ത് പറയുന്നത്. നമ്മൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനെ കുറിച്ചുള്ള ഡാറ്റാസ് അല്ലെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പരിശോധിക്കാനായിട്ട് പറ്റും. അപ്പോയിന്റ്മെന്റ് കേസ് ഹിസ്റ്ററി, മുമ്പ് പേഷ്യന്റ് എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ മറ്റ് ഡെമോഗ്രാഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, അദ്ദേഹത്തിന്റെ ഏജ്, സെക്സ് ഗ്രൂപ്പ്, അതേപോലെ വെയിറ്റ് എത്രയുണ്ട്, ഹൈറ്റ് എത്രയുണ്ട്, അതേപോലെ നമ്മളുടെ മുമ്പ് വെബ്സൈറ്റ് ആക്ടിവിറ്റി ഹിസ്റ്ററി, അതേപോലെ
കോൺവെർസേഷൻ ഹിസ്റ്ററി, മറ്റ് മുമ്പ് ട്രീറ്റ്മെന്റിന്റെ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ, ഡീറ്റെയിൽ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, ഇതെല്ലാം നമ്മളുടെ പേഷ്യന്റിന്റെ ഐ ഡി തരുമ്പോൾ തന്നെ എന്ത് ചെയ്യുമ്പോൾ നമ്മള് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഡീറ്റെയിൽസ് ഫുള്ളും നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരും. അപ്പൊ പേഷ്യന്റിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ ഡോക്ടർക്ക് പേഷ്യന്റിനെ കാണുന്നേക്കാളും മുമ്പ് പേഷ്യന്റിനെ കുറിച്ച് വ്യക്തമായിട്ട് ഡോക്ടർക്ക് അറിയാനായിട്ട് പറ്റും. സോ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാന്നുള്ളത് വളരെ എളുപ്പമായിരിക്കും. ഓൾറെഡി നമുക്ക് പേഷ്യന്റിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാം. ദെൻ നമ്മൾ അത് വരുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ കറണ്ട് ഇൽനെസ്, ആ ഇൽനെസ്സിനുള്ള പ്രശ്നം മാത്രം നമുക്ക് നോക്കിയാൽ മതി. വീണ്ടും നമ്മൾ ഹിസ്റ്ററി പോയി നോക്കേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ ഓൾറെഡി നമുക്ക് ഹിസ്റ്ററി അറിയാം. നോക്കാം പേഷ്യന്റ് മാനേജ്മെന്റ്. ആഫ്റ്റർ ദ പേഷ്യന്റ് ഓറിയന്റേഷൻ കംപ്ലീറ്റ്, നമ്മുടെ പേഷ്യന്റ് ഓറിയന്റേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം പേഷ്യന്റിനുള്ള ഓറിയന്റേഷൻ എന്ന് പറയുന്നത് കൗൺസിലിംഗ് അതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ഈസ് ഷിഫ്റ്റഡ് ടു IPD ഓർ OPD, അതല്ലെങ്കിൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കോ പേഷ്യന്റ് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. ദ പേഷ്യന്റ് മാനേജ്മെന്റ് മൊഡ്യൂൾ ഓഫ് HMS gather to necessitate of an inpatient or outpatient department. മെയിനായിട്ട് ഇത് ഇൻപേഷ്യന്റിലേക്കാണോ, നമുക്ക് പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യേണ്ട കേസാണോ, ഓർ ഒബ്സർവേഷനുകൾ വെച്ചിട്ട് വിട്ടാൽ മതിയോ, ആ ഉള്ള ഡീറ്റെയിൽസ് നമ്മൾ ഗ്യാദർ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് കളക്ട് ആൻഡ് സ്റ്റോർ ദ മെഡിക്കൽ ഹിസ്റ്ററി. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് നമ്മൾ പേഷ്യന്റ് പുതിയ പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ട്രീറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിനെ കുറിച്ചിട്ടോ ഉള്ള മെഡിക്കൽ ഹിസ്റ്ററി, എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വേറെ എടുത്തിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ഓർ ഡീറ്റെയിൽസ് ഓഫ് ദയർ പ്രീവിയസ് വിസിറ്റിംഗ്, മുമ്പ് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് വന്നിട്ടുണ്ടോ, upcoming appointments, report, insurance details and more on, ഇതൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പേഷ്യന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ജനറേറ്റ് അൺഫിൽ അഡ്മിഷൻ നമ്പർ. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പേഷ്യൻസ് അഡ്മിഷൻ നമ്പർ അലോക്കേറ്റ് ചെയ്യുന്നത്. ഫോർ ഈച്ച് പേഷ്യന്റ് ടു ഈസിലി ഹാൻഡിൽ അഡ്മിഷൻ, ഡിസ്ചാർജ് ആൻഡ് ട്രാൻസ്ഫർ. ഈ അഡ്മിഷൻ നമ്പർ കൊടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പേഷ്യന്റിനെയും നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ആ പേഷ്യൻസിന്റെ ID വെച്ചിട്ട് പേഷ്യൻസിന്റെ അസുഖം എന്താണ്, നമ്മള് പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ പേഷ്യൻസിനെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഒരു അസുഖം പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഐഡൻസ് നോക്കുമ്പോൾ ഡോക്ടർ എന്താണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ഡോക്ടറിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്, ഡയഗ്നോസ് ചെയ്തിരിക്കുന്ന അസുഖം എന്താണ്, ലാബ് ടെസ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ അഡ്മിഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. It also build a comprehensive discharge summary and to make sure of smooth discharge. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി തന്നെ ഇതൊരു കോംപ്രിഹെൻസീവ് ഡിസ്ചാർജ് സമ്മറി മേക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാരണം ഫുൾ ഡീറ്റെയിൽസ് പേഷ്യന്റ് അഡ്മിറ്റ് ആകുന്ന മുതൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും എല്ലാ ഡീറ്റെയിൽസും ഈ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. സോ ഇതങ്ങോട്ട് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഡിസ്ചാർജ് സമ്മറി ക്രിയേറ്റ് ചെയ്താൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഒരുപാട് പേപ്പർ ആയിരിക്കും, ഒരുപാട് പേപ്പർ റിപ്പോർട്ട്സുകളായിരിക്കും, എല്ലാം പരിശോധിച്ച് എല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ ഡിസ്ചാർജ് സമ്മറി എടുക്കാനായിട്ട്. നമുക്ക് അത്രയും ടൈം കൺസെപ്ഷൻ ഇല്ല. പെട്ടെന്ന് നമ്മളെ എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഡിസ്ചാർജ് സമ്മറി ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആണ് hospital management system. At the same time, it record and generate related documents, example consent forms for electronic signature. നമുക്ക് കൺസെന്റ് ഫോംസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷനോ മറ്റ് സർജറി ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ പേഷ്യന്റിനെ കൊണ്ട് നമ്മൾ സൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫോമാണ് എന്ത് കൺസെന്റ് ഫോം എന്ന് പറയുന്നത്. അത് ഇലക്ട്രോണിക്കലി സൈൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്ക് ഈ ഒരു HMS അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഒബ്റ്റെയിൻ ചെയ്യാം. When you begin collecting and storing data on HMS, default also eliminate the need to get the detail on every visit. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് വിസിറ്റിൽ തന്നെ നമ്മൾ ഈ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് ഈ ഡാറ്റാസ് ഒക്കെ എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും നമ്മൾ വീണ്ടും ഈ ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റും. അത്രയും ടൈം നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. HMS enable the doctors and staff to focus more on treatment than administrative work. HMS enable ചെയ്യണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഡോക്ടേഴ്സിനും സ്റ്റാഫിനും മറ്റു കാര്യങ്ങൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാതെ അവർ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് പെട്ടെന്ന് പേഷ്യന്റിന് നമ്മുടെ അടുത്തേക്ക് എത്തിക്കാനും പെട്ടെന്ന് അവർക്ക് എന്താണോ വേണ്ട ട്രീറ്റ്മെന്റ് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി നമുക്ക് ആ പേഷ്യന്റ് നമ്മുടെ എന്താ പറയുക ക്യാബിനിൽ വരുന്നതിന് മുമ്പ് ഡീറ്റെയിൽസ് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്, നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി എൻ്റർ ആയിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം എന്താണ് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യാം. Now, if you wish to automate other activities like patient communication,
considered integrating your HMS with marketing automation software. നമുക്ക് പേഷ്യൻസിന്റെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്റഗ്രേഷന് വേണ്ടിയിട്ട് നമുക്ക് പേഷ്യന്റ് ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ പേഷ്യൻസിന് അറ്റ് എനി ടൈം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് വിൽ ഹെൽപ്സ് യു ടു ഓട്ടോമേറ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പേഷ്യന്റ് ആൻഡ് ഡോക്ടർ. ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ടൈമിലും പേഷ്യൻസിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഡോക്ടറെ വിളിച്ച് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. You can send appointments and lab test reminders or follow up and create meaningful long lasting relationship. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, നമുക്ക് എന്തെങ്കിലും ലാബ് ടെസ്റ്റിന്റെ ഒക്കെ റിമൈൻഡേഴ്സ്, ഞാനിപ്പോ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പ്രാവശ്യം നമ്മള് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഹസ്ബൻഡ് എടുത്തത്. അപ്പൊ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മള് ഓരോ ടെസ്റ്റിന്റെ മെസ്സേജ് വരും. അപ്പൊ മെസ്സേജ് വരുന്നത് വെച്ചാൽ ചില മെഡിസിൻസ് നമ്മൾ രാത്രി കഴിച്ചിട്ട് രാവിലെ ഒന്നും കഴിക്കാതെ പോയി ടെസ്റ്റ് ചെയ്യേണ്ടതൊക്കെ ഉണ്ട്, സ്കാൻ ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അപ്പൊ അവര് ഓട്ടോമാറ്റിക്കലി ആ മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് അയക്കും. രാത്രി ആകുമ്പോൾ ഇനി നിങ്ങൾ ഇത്ര സമയം വരെ ഫാസ്റ്റിംഗ് ആണ്, വേറെ ഭക്ഷണമൊന്നും ഈ ഒരു ടൈമില് കഴിക്കാൻ പാടില്ല, മരുന്ന് കഴിക്കണം, ഇന്ന ടൈമിലാണ് നമ്മുടെ ടെസ്റ്റിന്റെ ടൈം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, നാളെയാണ് ഡേറ്റ് ആണ്. അങ്ങനെ ഫോളോ അപ്പ് ചെക്കപ്പിന്റെ ഒക്കെ ഡേറ്റുകൾ നമുക്ക് റിമൈൻഡേഴ്സ് ആയിട്ടൊക്കെ വരും. അത് നമ്മൾക്ക് കുറച്ചും കൂടി ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, ഹോസ്പിറ്റലായിട്ട് ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. കാരണം നമ്മൾ മനുഷ്യനാണ്, നമുക്ക് മറന്നു പോകും. ഇത് സിസ്റ്റം ആണ്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്. സോ ഒരു പ്രാവശ്യം ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കമ്പ്യൂട്ടർ മറക്കില്ല, നമ്മൾ എന്ത് ചെയ്തോണ്ടിരുന്നോളും, റിമൈൻഡ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് ആ അപ്പോയിന്റ്മെന്റ്സ് ഒന്നും മിസ്സാക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഈസി ആണ്. ഇതാണ് പേഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും. വായിച്ചു നോക്കിയോ? വായിച്ചു നോക്കിയ മക്കളെ, പേഷ്യന്റ് മാനേജ്മെന്റ്. സിമ്പിൾ ആണ്. പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മാനേജ് ചെയ്യുന്നു. എന്നാലും പേഷ്യന്റ് മാനേജ്മെന്റ് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് ഫെസിലിറ്റി മാനേജ്മെന്റ് ആണ്. സോ നമുക്ക് നല്ലൊരു എന്താ പറയുക, സുഗമമായ ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രോപ്പർ ആയിട്ടൊരു ഓർഡർലി മാനേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റി ആണ് ഫെസിലിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, നമുക്ക് അവിടെ ഒരു ഓർഡർ ഫീൽ ചെയ്യും. ജസ്റ്റ് ഒരു നല്ലൊരു ഓർഡർ ഫീൽ ചെയ്യും. നമുക്ക് ഒരു ഓർഡർ ഫീൽ ചെയ്യാൻ കാരണം എന്താ, ഈ ഫെസിലിറ്റി മാനേജ്മെന്റ് അവിടെ പ്രോപ്പർ ആയതുകൊണ്ടാണ്. രോഗികൾക്ക് നല്ലൊരു സുഗമമായ ഒരു അനുഭവം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ,
മോളെ കൊണ്ട് പ്രാവശ്യം ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ഒരു നല്ലൊരു ഫീലാണ് തോന്നിയത്. കാരണം എല്ലാം ഓൺലൈനായി, എല്ലാം സോഫ്റ്റ്വെയർ ആയി, നമ്മൾ ജസ്റ്റ് ഒരു പേപ്പർ വർക്ക് പോലും അവിടെ നടക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പൊ അവിടുത്തെ ആശുപത്രിയില് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ഒരു ബെറ്റർ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് നോക്കാം എന്താണ് ഫെസിലിറ്റി മാനേജ്മെന്റ്. To facilitate a smooth experience for patients, നമ്മുടെ പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് it is necessary for the staff to have easy access to necessary hospital records. സോ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് പേഷ്യൻസിന് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് അസസ് ചെയ്യാൻ പറ്റുന്ന നെസസറി ആയിട്ടുള്ള ഹോസ്പിറ്റൽ റെക്കോർഡ്സ് അവർക്ക് അസസ് ചെയ്യാൻ പറ്റണം. അവർക്ക് അസസ് ചെയ്യാൻ പറ്റിയാലാണ് അവർക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഇപ്പൊ പേഷ്യന്റ് ചോദിക്കാണ്, ഇപ്പൊ ബെഡ് അവൈലബിൾ ആണോ, അല്ലെങ്കിൽ നമുക്കൊരു റൂമിൽ എത്ര പേഷ്യൻസ് അവൈലബിൾ ആണ്, എത്ര പേഷ്യൻസ് ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ആർക്ക് അറിഞ്ഞിരിക്കണം, അവിടെ വർക്ക് ചെയ്ത സ്റ്റാഫുകൾക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ബെഡ് അവൈലബിലിറ്റി ചോദിക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് മറുപടി വേണ്ടേ. A facility management module of HMS helps you to keep record of bed availability, occupancy status of the room, with specialized care and more. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ബെഡ് അവൈലബിലിറ്റി, എത്ര ബെഡുകൾ ഇനി വേക്കൻ്റ് ആയിട്ടുണ്ട്, എത്ര ബെഡ് അവൈലബിൾ ആണ്, ഒക്യുപ്പൻസി സ്റ്റാറ്റസ്, നമുക്ക് ഇത്രയും റൂമിൽ എത്ര റൂമുകളിൽ ഒക്യുപ്പൻ്റ് ആണ്. ഒക്യുപ്പൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്യുപ്പൻസി എന്ന് വെച്ചാൽ അവിടെ പേഷ്യന്റ് ആയിട്ട് എത്ര പേരുണ്ട്. ഇനി സ്പെഷ്യലൈസ്ഡ് കെയർ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്, ICUല് പേഷ്യന്റ് ഉണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ സ്റ്റാഫുകൾക്ക് അറിയണം. അവിടെ നല്ല ഫെസിലിറ്റി മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇറ്റ് കളക്ട് ഓൾ സച്ച് ഇൻഫർമേഷൻ ആൻഡ് മേക്ക് ഇറ്റ് ഈസി അവൈലബിൾ ടു ദ റിസപ്ഷനിസ്റ്റ്. ഈ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുകയും ഈ ഈസി ആയിട്ട് റിസപ്ഷനിസ്റ്റിന് അവൈലബിൾ ആക്കുകയും ചെയ്യേണ്ടത് ഫെസിലിറ്റി മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഓൾറെഡി നമ്മൾ ഓരോ പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുമ്പോൾ ഇന്ന റൂമിൽ ഇന്ന പേഷ്യന്റ്, ഇന്ന റൂമിൽ ഇന്ന പേഷ്യന്റ് ഡീറ്റെയിൽസ് നമ്മൾ HMSലേക്ക് എൻട്രി ചെയ്യാറില്ല. നമുക്ക് റിസപ്ഷനിസ്റ്റിന് ജസ്റ്റ് 2-3 ക്ലിക്കുകളുണ്ട്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ഡീറ്റെയിൽസ് ആ റിസപ്ഷനിസ്റ്റിന്റെ ഫ്രണ്ടിലേക്ക് വരാണ്. സോ അതനുസരിച്ച് നമുക്ക് മറുപടി പറയാനായിട്ട് പറ്റും. ഇഫ് എ ഹോസ്പിറ്റൽ ഹാസ് ഡിഫറെന്റ് ഫെസിലിറ്റീസ്, നമ്മുടെ ഹോസ്പിറ്റൽ ഡിഫറെന്റ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും then an HMS connect them to provide an overall picture. അപ്പൊ നമുക്കൊരു HMS ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഒരു ഓവറോൾ പിക്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ അവസ്ഥ എന്നുള്ള ഒരു ഓവറോൾ ഇമേജ് അല്ലെങ്കിൽ ഒരു പിക്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ ക്യാൻ അസസ് ദ പേഷ്യന്റ് ഡാറ്റ ഫ്രം എനി ഹോസ്പിറ്റൽ. ഇതൊരു എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോ പറഞ്ഞതാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എവിടെ ഇരുന്ന് ഒരു ഓവറോൾ പിക്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് ഡോക്ടേഴ്സ് ഭൂരിഭാഗം നമ്മൾ ഹോസ്പിറ്റൽസിലും വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും. ജസ്റ്റ് ഒരു 2 hours വേണ്ടിയിട്ട് കൺസൾട്ടേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് ആ ഡോക്ടർ വരുന്നത്. കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് എന്നാണ് അവർ പറയാറ്. ഭൂരിഭാഗം OPD ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സും കൈകാര്യം ചെയ്യുന്നത് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ഒക്കെ ആണെന്ന് നമ്മൾ പല ഡിപ്പാർട്ട്മെന്റുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിപ്പാർട്ട്മെന്റ്സ് എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആണ് ഏത് ഡിപ്പാർട്ട്മെന്റ് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്ന OPD ഡിപ്പാർട്ട്മെന്റ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഈ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സിന് എവിടെ ഇരുന്ന് വേണമെങ്കിലും അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് എവിടെ ഇരുന്ന് വേണമെങ്കിലും പേഷ്യൻസിന്റെ ഡാറ്റ അസസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാരണം ഞാനിപ്പോ എന്റെ പേഷ്യന്റ് ആണെന്ന് വിചാരിക്കും. അപ്പൊ എന്റെ പേഷ്യന്റ് ഞാൻ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ലാബിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റിസൾട്ട് എന്തായി എന്ന് എനിക്ക് എന്റെ ഫ്രണ്ടിലിരിക്കുന്ന സിസ്റ്റം വഴി എനിക്ക് പേഷ്യന്റ് ID ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്റെ ID ഡീറ്റെയിൽസ് വെച്ചിട്ട് പേഷ്യൻസിന്റെ ഡാറ്റാസ് അസസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്കത് ചെയ്യാം. അതേപോലെ തന്നെ പേഷ്യന്റ് can visit any hospital in the base of their convenience as all the records are available online. നമുക്ക് ഈ പേഷ്യൻസിന് ഞാൻ ഒരു വേറൊരു ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് പേഷ്യന്റിനെ കണ്ടത്. ഇങ്ങനെ ടെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഞാൻ അവിടെ നിന്ന് ഷിഫ്റ്റ് ആയി, വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആയി. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, പേഷ്യൻസിന് ഞാനുള്ള ഹോസ്പിറ്റൽ ഈ ഡോക്ടർ ഉള്ള ഹോസ്പിറ്റലിൽ വന്നിട്ട് ഒരു കൺവീനിയൻസ് അനുസരിച്ച് എവിടെയാണോ ഏത് ടൈമിലാണോ അത് ഫ്രീ ആയിട്ടുള്ളത് കൺസൾട്ടേഷൻ ടൈമിൽ വന്ന് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും. ഓൾറെഡി നമ്മുടെ ഡാറ്റാസ് ഒക്കെ ഓൺലൈനിൽ അപ്ഡേറ്റ് ആണ്. സോ ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും,
ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ പേഷ്യന്റ് കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാനും ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാനും ട്രീറ്റ്മെന്റ് എടുക്കാനും പറ്റും. ബിക്കോസ് എന്തുകൊണ്ടാണ് നമുക്കത് ഹെൽപ്ഫുൾ, നമ്മുടെ റെക്കോർഡ് ഓൾറെഡി ഓൺലൈൻ അപ്ഡേറ്റഡ് ആണ്. നിങ്ങള് കൊറോണ ഒക്കെ വന്ന സമയത്ത് നമ്മൾ കോവിഡിന്റെ ഒക്കെ ടെസ്റ്റ് റിസൾട്ട് ഓൺലൈൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത കാര്യം ഓർമ്മയുണ്ടോ? അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. കോവിഡിന്റെ ഒക്കെ ടെസ്റ്റിന്റെ റിസൾട്ട് നമ്മൾ ഓൺലൈൻ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പ്രഗ്നന്റ് ആയ സമയത്ത്, ഡെലിവറിയുടെ സമയത്തായിരുന്നു ഇപ്പൊ ലോക്ക്ഡൌൺ ഒക്കെ വന്നത്. ആ സമയത്ത് എനിക്ക് എന്നെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ, അഡ്മിഷൻ എടുക്കണമെങ്കിൽ എനിക്ക് എന്താണ് കോവിഡ് ഇല്ലെന്ന് ഉറപ്പ് വന്നാൽ അവർ അഡ്മിഷൻ എടുക്കുള്ളൂ. സോ എന്റെ ഡോക്ടർ പറഞ്ഞു, ഒരു കാര്യം മോൻ അന്ന് ടെസ്റ്റ് ചെയ്ത സമയത്ത് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ തരാൻ പറഞ്ഞു. ഫോൺ നമ്പർ കൊടുത്തു, അതേപോലെ എന്റെ പേരും ഡീറ്റെയിൽസ് അടിച്ചു, പിന്നെ എന്റെ ഒരു ID നമ്പർ കൂടി കൊടുത്തു. സോ അപ്പൊ തന്നെ ഡോക്ടറുടെ ഫോണിലേക്ക് റിസൾട്ട് കിട്ടി. സോ റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോൾ പറഞ്ഞു നെഗറ്റീവ് ആണ്. സോ അപ്പൊ അതുകൊണ്ട് നമുക്ക് അഡ്മിറ്റ് ആക്കാം, പേഷ്യന്റ് അഡ്മിറ്റ് ആക്കാം, നെഗറ്റീവ് ആണ്. ഓൺലൈൻ ആയിട്ട് അത് അവർ എൻട്രി ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ അത് പേപ്പർ റിസൾട്ട് വന്നോളും. അപ്പൊ അത് മതി, അപ്പൊ വാങ്ങിച്ചത് പിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. സോ ഓൺലൈൻ ആയിട്ട് നമുക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമ്മളുടെ ടെസ്റ്റ് റിസൾട്ടോ എവിടെ ഇരുന്ന് വേണമെങ്കിലും അത് പരിശോധിക്കാനുള്ള ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. നെക്സ്റ്റ് ആണ് സ്റ്റാഫ് മാനേജ്മെന്റ് കേട്ടോ. നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ഹോസ്പിറ്റലിൽ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വേണം. സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾസ് specific to concentrate solution to HR department. നമ്മുടെ HR ഡിപ്പാർട്ട്മെന്റ് എന്താണ്? HR ഡിപ്പാർട്ട്മെന്റ് HR എന്താണ്? നിങ്ങൾക്ക് അത് എടുത്തില്ലേ HR? എല്ലാവരും ഇരുന്ന് ഉറങ്ങിയാണോ? എന്താ HR? ഹ്യൂമൻ റിസോഴ്സ്. ഓക്കെ, നല്ല രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റലിലുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റാഫ് മാനേജ്മെന്റ് മൊഡ്യൂൾസ് ഹെൽപ്പ് ചെയ്യും. It includes record of hospital staff, job description, service document, and other important details. നമ്മുടെ ഹോസ്പിറ്റൽസിലെ സ്റ്റാഫുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് റെക്കോർഡ് ഉണ്ടാവും, ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും, ഇന്ന സ്റ്റാഫ് ഇന്ന ജോബാണ് ചെയ്യുന്നത്, അവരുടെ സർവീസ് ഡോമിൻ, അവർക്ക് എന്തോരം എക്സ്പീരിയൻസ് ഉണ്ട് ഈ മേഖലയിൽ, അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു റെക്കോർഡിൽ അവൈലബിൾ ആയിരിക്കും. സോ നമുക്ക് പെട്ടെന്ന് അസൈൻ ചെയ്യാൻ പറ്റും, ഓരോരുത്തരെയും ഇന്ന ജോബിന് അസൈൻ ചെയ്യാനും അവർക്ക് ഏത് വർക്കാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ നമുക്ക് പെട്ടെന്ന് അസൈൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഇറ്റ് ഹെൽപ്സ് യു ടു റിയലൈസ് യുവർ ജോബ് വിതൗട്ട് ഗോയിങ് ത്രൂ എ ഹെവി ബണ്ടിൽ ഓഫ് ഫയൽസ്. നമുക്ക് ഒരുപാട് ഫയലൊക്കെ പരിശോധിക്കുന്നതിന് പകരമായിട്ട് സിമ്പിൾ ആയിട്ട് നമ്മുടെ വർക്ക് അസൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റാഫ് മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ പറ്റും. Additionally, it enables us to plan the hiring process on basis of recruitment of the hospital. ഇന്ന് നമ്മൾക്ക് എവിടെയെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റാഫിന്റെ ഇൻഎഫിഷ്യൻസിയോ അല്ലെങ്കിൽ സ്റ്റാഫിന്റെ പോരായ്മ വരുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപറ്റാനും അതിന് വേണ്ട ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റാഫുകളെ ഹയർ ചെയ്യാനും ഈ ഒരു സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യും. സ്റ്റാഫ് മാനേജ്മെന്റ് സിസ്റ്റം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ആണ് സപ്ലൈ മാനേജ്മെന്റ്. നമുക്കറിയാം ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് മെഡിക്കൽ സപ്ലൈസ് വരുന്നുണ്ട്. മെഡിസിൻസ് റിലേറ്റഡ് സപ്ലൈസ്, മെഡിസിൻസ്, ഫാർമസ്യൂട്ടിക്കൽസ്, എക്യുപ്മെന്റ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും മെഡിസിൻസ് അല്ലേ, സിമ്പിൾ അല്ലേ, നെക്സ്റ്റ് ഡേ വാങ്ങിക്കാന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും, നമ്മളത് റീഫിൽ ചെയ്യാൻ മറന്നുപോയി. അന്ന് രാത്രി ആയിരിക്കും ആ മെഡിസിൻ എമർജൻസി വരുന്നത്. സോ അങ്ങനെ ഡിലേ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും കറക്റ്റ് ആയിട്ട് റീഫിൽ ചെയ്യണം. നമ്മുടെ മെഡിസിൻസ് ഒക്കെ റൈറ്റ് ടൈമിൽ റീഫിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മുടെ ഹോസ്പിറ്റൽസ് സപ്ലൈ മാനേജ്മെന്റ് സിസ്റ്റത്തിനാണ് ഉള്ളത്. എ ഹോസ്പിറ്റൽ ക്യാൻ അഫോർഡ് എ ഷോർട്ട് ഓഫ് മെഡിക്കൽ സപ്ലൈ. നമ്മൾ ഒരു ഹോസ്പിറ്റലിനും ഷോർട്ട് സപ്ലൈ എന്ത് ചെയ്യാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ ഒരു ജീവന്റെ വില ഉണ്ടാവും ആ ഒരു ഷോർട്ട് സപ്ലൈ, അതവിടെ ഇല്ലാത്തത് കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. നോട്ട് ഹാവിംഗ് ദ മെഡിസിൻ അറ്റ് റൈറ്റ് ടൈം ഓർ മൈനർ ഡിലേ ഇൻ റീഫിൽ ക്യാൻ ലീഡ്സ് ടു സെവറൽ റിസൾട്ട്. ഒരു ചെറിയൊരു അബദ്ധം അല്ലെങ്കിൽ ചെറിയൊരു ടൈം ലാഗോ അല്ലെങ്കിൽ റീഫിൽ ചെയ്യാനായിട്ട് ഡിലേ വരുന്നത് മൂലം ആ ഒരു വ്യക്തിയുടെ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകാൻ, എമർജൻസി മെഡിസിൻസ് ഒക്കെ അങ്ങനെ റീഫിൽ ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ, അവിടെ ഡിലേ വന്നു കഴിഞ്ഞാൽ സെവറൽ റിസൾട്ട് അല്ലെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻസ് കൂടുതലായിരിക്കും. The supply management factor of HMS
ട്രാക്ക് ദ അവൈലബിലിറ്റി ഓഫ് ദ മെഡിസിൻസ് മെഡിക്കൽ സ്റ്റോക്സ്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല സപ്ലൈ മാനേജ്മെന്റ് ഫാക്ടർ ഉണ്ട് HMSന്റെ ഭാഗമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മെഡിക്കൽ സ്റ്റോക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഡിക്കൽ സ്റ്റോക്ക് പ്രോപ്പർ ആണോ, കറക്റ്റ് ആയിട്ടാണോ ഉള്ളത്, എമർജൻസി മെഡിസിൻസ് ഒക്കെ അവിടെ അവൈലബിൾ ആണോ, റീഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഫ്യൂ ക്ലിക്കുകളോണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇറ്റ് ഹെൽപ്സ് യു determine the minimum quantity of supply required without any hazards. നമുക്ക് ഒരു തടസ്സവും കൂടാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ പ്രോപ്പർ ആയിട്ട് ഒരു മിനിമം ക്വാളിറ്റി സപ്ലൈ നമുക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ സപ്ലൈ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ മെഡിസിൻ എൻ്റർ ചെയ്യുന്നതിനൊപ്പം തന്നെ അതിന്റെ പർച്ചേസിംഗ് ഡേറ്റ്, അതിന്റെ ക്വാണ്ടിറ്റി കൺസ്യൂമർ, നമ്മൾ എത്ര ക്വാണ്ടിറ്റി കൺസ്യൂം ചെയ്തത്, സപ്ലയേഴ്സ് ഡീറ്റെയിൽസ്, ഇതിൽ പറയാത്ത കുറെ കാര്യങ്ങളുണ്ട്, എക്സ്പയറി ഡേറ്റ്, അതേപോലെ ഡോസേജ്, എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. This way you can calculate and forecast the next purchase. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മൂലം നമുക്ക് നെക്സ്റ്റ് പർച്ചേസ് എന്നത്തേക്ക് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാനും ഫോർകാസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് റീഓർഡർ ബിഫോർ ദ സ്റ്റോക്ക് വാസ് ഷോർട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സ്റ്റോക്ക് ഷോർട്ട് ആവുന്നതിന് മുമ്പായിട്ട്, നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് തീർന്നു പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഓർഡർ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് ദ ഡീറ്റെയിൽസ് ഓഫ് ദ മെഡിസിൻ അവൈലബിൾ സോ ദാറ്റ് ദ ഡോക്ടർ ക്യാൻ പ്രിസ്ക്രൈബ് ദാറ്റ് വൺ ഇൻ സ്റ്റോക്ക്. അതേപോലെ നമുക്കിപ്പോ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ നമ്മൾ ഓൺലൈനിലായിട്ട് HMS ആകുമ്പോൾ ഓൺലൈനായിട്ടാണ് എൻ്റർ ചെയ്യുക, സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണുമ്പോൾ ഒരു മെസ്സേജ് ഉണ്ടാവും, ഔട്ട് ഓഫ് സ്റ്റോക്ക് ഇല്ല എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അടുത്തൊരു മെഡിസിൻ, വേറെ മെഡിസിൻ അവൈലബിൾ ആയിട്ടുള്ള അടുത്ത മെഡിസിൻ നമുക്ക് ഡോക്ടർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്തു, പേഷ്യന്റ് ഫാർമസി ചെല്ലുമ്പോഴായിരിക്കും മെഡിസിൻ ഇല്ലാത്തൊരു കാര്യം അവരറിയുന്നത്. തിരിച്ചു വന്ന് വേറെ മെഡിസിൻ എഴുതാനായിട്ടുള്ള ടൈം ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ ആ മെഡിസിൻ ഉള്ള സ്ഥലത്ത് പോയി അത് കൺസ്യൂം ചെയ്ത് അത് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഒരുപാട് ടൈം ഇല്ലാതെ വരും. അപ്പൊ നമുക്ക് ഈ HMS ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടർക്ക് ആ ഒരു സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ നോക്കുമ്പോൾ എന്താണ്, ഈ ഒരു മെഡിസിൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ല, സോ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് മനസ്സിലാക്കി അടുത്ത അവൈലബിൾ ആയിട്ടുള്ള മെഡിസിൻ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. അടുത്താണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കേട്ടോ. The financial management factor of HMS deals with the financial affairs of the hospital. നമുക്ക് മണി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് ആണ് ഏത്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ HMSൽ ഫിനാൻഷ്യൽ റിലേറ്റഡ് അഫയേഴ്സ്, ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സ് ഒക്കെ മാനേജ് ചെയ്യുന്ന ഒരു വിഭാഗത്തിനെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇവാലുവേറ്റ്, സ്റ്റോർ ആൻഡ് പ്രസന്റ് ബില്ലിംഗ് ഇൻഫർമേഷൻ ടു ദ പേഷ്യന്റ്. ഇത് നമ്മുടെ പേഷ്യന്റ് ഡീറ്റെയിൽസ് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പേഷ്യന്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പേഷ്യന്റ് ബില്ലുകൾ, ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും, എത്ര എമൗണ്ട് അടിച്ചു, എത്ര ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്, അവര് അഡ്മിറ്റ് ആയ സമയത്ത് എത്ര ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്, ബാലൻസ് എത്ര ബില്ല് കൊടുക്കാറുണ്ട്, ഇത് ജസ്റ്റ് ഒരു ഫ്യൂ ക്ലിക്കിനുള്ളിൽ തന്നെ മനസ്സിലാവും. കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും ഈ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി എൻ്റർ ആവുകയാണ്. അപ്പൊ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. In addition to this, it also records the expenses incurred by the hospital and revenue data and other financial details of the hospital. അപ്പൊ ഇത് കൂടാതെ പേഷ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ ഹോസ്പിറ്റൽസിന് എന്തോരം എക്സ്പെൻസുകൾ വന്നിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ എന്തോരം റവന്യൂ വന്നിട്ടുണ്ട്, അപ്പൊ ആ ഡീറ്റെയിൽസ് പെട്ടെന്ന് ഹോസ്പിറ്റലിന് എക്സ്പെൻസ് റവന്യൂ നോക്കിയിട്ട് അവർക്ക് സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. This consolidation save you the trouble of analyzing numerous files എന്നാണ്. പിയിൽ നിങ്ങളുടെ എഴുതിയിരിക്കുന്നത് ഇതല്ല, ഫയൽ ഓഫ് റെക്കോർഡ് എന്നാണ്. ഇത് മിസ്റ്റേക്ക് ആണ് പിള്ളേരെ, അതൊന്ന് എഡിറ്റ് ചെയ്തേക്കും. ഫയൽസ് ആണ്. ഫയൽ മാറ്റി എല്ലാവരും. അപ്പൊ ഓക്കെ, എന്യൂമറസ് ഫയൽസ് ഓഫ് റെക്കോർഡ് ബുക്സ്. നമുക്ക് ഒരുപാട് റെക്കോർഡുകൾ പരിശോധിക്കേണ്ട കാര്യം വരുന്നില്ല, കാരണം ഓട്ടോമാറ്റിക്കലി എല്ലാവരും സേവ് ചെയ്തിരിക്കുകയാണ്. സോ ഫ്യൂ ക്ലിക്കിനുള്ളിൽ നമുക്ക് എത്രയാണ് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസൾട്ടേഷൻ സമ്മറി നമ്മുടെ ഫ്രണ്ടിലേക്ക് വരാൻ, വേറെ ട്രബിളുകളൊന്നുമില്ല, നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇത്ര ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. ഏതൊക്കെയാണ് ലാസ്റ്റ് പറഞ്ഞത്? ഫെസിലിറ്റി മാനേജ്മെന്റ്, സ്റ്റാഫ് മാനേജ്മെന്റ്, സപ്ലൈ മാനേജ്മെന്റ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും.
വായിച്ചു നോക്കിയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നലത്തെ പോർഷൻ ആദ്യത്തെ വലുതായിട്ടുണ്ട്. അത് മനസ്സിലാക്കി എടുക്കാനാണ് പാട്. നമ്മള് എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. മലയാളം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എനിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇതിന്റെ വലുതാണ്. സോ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇൻഷുറൻസ് മാനേജ്മെന്റ് മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ.